നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ റെഡ് അലർട്ട്. ഗോവയിൽ ജൂലൈ 24 വ്യാഴാഴ്ച കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നോർത്ത് ഗോവയിലും സൗത്ത് ഗോവയിലും അതിശക്തമായ മഴയും മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റും പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗോവ യൂണിവേഴ്സിറ്റി ബാക്ക്ലോഗ് പ്രശ്നത്തിന് പരിഹാരം. ഗോവയിലെ വിദ്യാർത്ഥി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ട് ബാക്ക്ലോഗ് പ്രശ്നത്തിന് പരിഹാരം നൽകിയതിന് നന്ദി അറിയിച്ചു. ഗോവ യൂണിവേഴ്സിറ്റിയിൽ ബാക്ക്ലോഗ് മൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഓർഡിനൻസ് ഭേദഗതി ചെയ്തു. ഇത് പ്രകാരം സെമസ്റ്റർ 1 മുതൽ 4 വരെയുള്ള ബാക്ക്ലോഗുകൾ പരിഗണിക്കാതെ 2025-26 അധ്യയന വർഷം മുതൽ സെമസ്റ്റർ 5 പ്രവേശനം അനുവദിക്കും. പ്രവേശനത്തിനുള്ള അവസാന തീയതി 2025 ജൂലൈ 26 ഈ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ആശ്വാസവും അക്കാദമിക പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ശ്രീനാരായണ മിഷൻ സൊസൈറ്റി പോണ്ടയിൽ കർക്കിടക വാവുബലി ജൂലൈ 24. ശ്രീനാരായണ മിഷൻ സൊസൈറ്റി പോണ്ടയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടക വാവുബലിയും തിലഹോമവും 2025 ജൂലൈ 24 വ്യാഴാഴ്ച വെളുപ്പിന് 5:30 മുതൽ നടത്തപ്പെടും. ശിവജിത്ത് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള അംഗങ്ങൾ ഭാരവാഹികളെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. ചടങ്ങിന് പങ്കെടുക്കുന്നവർ കുളിക്കാനുള്ള തോർത്തും മുണ്ടും കൊണ്ടുവരേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ജനറൽ സെക്രട്ടറി അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.